4 പെടൽ ഇതിനകത്തുണ്ട്. ഒന്ന് വന്ന് പെടല, ആരോ നിർബന്ധിച്ച് കൊണ്ടുവന്ന് പിടിച്ച് ഇതിനകത്ത് ജോയിലാക്കുന്നു. 2 ഉൽപ്പന്നം വാങ്ങി ഉപയോഗിച്ച് ഇഷ്ടപ്പെടലാണ്. ഉൽപ്പന്നം വാങ്ങി ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരം മീറ്റിങ്ങിനകത്ത് പല ആൾക്കും വലിയ വരുമാനം കിട്ടണോ കേൾക്കുന്ന സമയത്ത് ഉള്ളിൽ ആഗ്രഹം വരും, നല്ല സാധനല്ലേ, എനിക്ക് എന്തത് പറ്റൂലേന്ന്. പിന്നെ അങ്ങോട്ട് കഷ്ടപ്പെടല. ഇത് നമ്മൾ പറയുന്നതൊന്നും വരൂല, അപ്പൊ കഷ്ടപ്പാട് വരിക. ഒന്ന് തിരിച്ചറിയാൻ കാലം കുറെ എടുക്കും. അങ്ങനെ 4-5 കൊല്ലക്കാലം പിടിച്ചിരുന്ന പിന്നെ ഒരു രക്ഷപ്പെടല. ആ പെടല ഞാൻ എന്റെ കൂട്ടുകാരൻ നിർബന്ധിച്ചതാ, കുറെ കാലം നിർബന്ധിച്ചതാ. അങ്ങനെ ഞാൻ പെട്ടാന്ന് എനിക്ക് തോന്നിയത് നാട്ടുകാരോട് പറഞ്ഞപ്പാ. അതുവരെ ഞാൻ ഉഷാറായിരുന്നു. ആദ്യത്തെ മീറ്റിംഗ് കേട്ടപ്പോൾ പറയണ്ട, ഇറങ്ങിപ്പോയി ഞാൻ കോടീശ്വരനായിട്ടാ. പക്ഷെ പറഞ്ഞു ചോദിക്കുക, നീ പെട്ടോ, നീ കുടുങ്ങിയോ, അല്ല പിന്നെ ഞാൻ ജനക്കിത്തിരി ബോധം കിട്ടുന്നതാ, അതുമില്ലേ. അപ്പാണ് ഞാൻ ആകെ പെട്ടുപോയെന്ന് തോന്നലുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ വിചാരിച്ചു, ഞാൻ വാങ്ങി ഉൽപ്പന്നം നല്ലതാ, അതിലവർ സമാധാനപ്പെട്ടു. പിന്നെ മീറ്റിംഗ് കേൾക്കണമെങ്കിൽ അവനകത്ത് കുറെ ആളുകൾ ഈ ഉൽപ്പന്നം വിറ്റ് രക്ഷപ്പെടാറുണ്ട്. സ്വാഭാവികം എനിക്ക് ആഗ്രഹം തോന്നി, അതേപോലെ എനിക്ക് ആവാനാവും. പറഞ്ഞ എല്ലാരും കേട്ടില്ല, എന്നാ കേട്ട കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഓര് വന്ന് അങ്ങനെ കുറച്ച് വരുമാനം കിട്ടി. അങ്ങനെ പതുക്കെ ടീം വളർന്ന് ഇന്ന് 1 ലക്ഷത്തിന് മേലെ ആളുകൾ എന്റെ ഐഡിയിൽ താഴെയുണ്ട്. ഹലോ, നമുക്ക് എല്ലാ അറിവും മനുഷ്യന്മാരുണ്ടായിരുന്നിരുന്നല്ല, എവിടുന്നൊക്കെയോ അറിവ് കിട്ടുമോ. ആ അറിവും ആ ഇൻസ്പിറേഷൻ ഒക്കെ ചിലപ്പോൾ നമ്മൾ ചെയ്യാൻ തീരുമാനിക്കാൻ. ഞാൻ ഈ കഥ പറയുമ്പോൾ കൊണ്ട് വിഷമം തോന്നുന്നു കേട്ടോ, നിങ്ങൾ ആരും ഉദ്ദേശിച്ചല്ല പറയണത്. എന്നോട് ഞാനിത് ചെയ്യാൻ കാരണക്കാരനായത് ഒരു ലീഡർ പറഞ്ഞൊരു കഥയായത്. ഞാൻ പെട്ടുപോയെന്നത് തോന്നലിനകത്ത് ഞാൻ ഒരു മീറ്റിംഗ് പോയപ്പോ അവിടുത്തെ ലീഡർ പറയാണ്, ഞാൻ ആദ്യമായി ഇതിന്റെ ക്ലാസ് കേട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഭയങ്കര ആവേശത്തിലാണ്. മീറ്റിങ്ങും ആളെ വീടും ഒരുപാട് ദൂരെയാണ്. അപ്പൊ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വീട് എത്തുമ്പോഴേക്കും ലേറ്റ് ആയിട്ട്, കുറെ സമയം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ മൂപ്പര് ബസ് ഇറങ്ങി വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇതിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുന്നു. മൂപ്പര് വലിയ കോടീശ്വരനാകുന്നു, കാറ് വാങ്ങുന്നു, വീടുണ്ടാക്കുന്നതൊക്കെ മനസ്സിൽ കണ്ട് ഇങ്ങനെ സ്വപ്നം കണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് പിറകുന്ന് ഒരു പരപര ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോ ഒരു തെരുവുനായിട്ട് പിറകിൽ ഓടി വരികയാണ് കഴിക്കായി. അന്നേരം ഒന്നുമില്ല, കുഞ്ഞൊരു കൊല്ലത്ത് റോറ്റോട്ട് എടുത്തു, ഏറുകൊണ്ട് റോറ്റോട്ട് ഓടി. അത് കഴിഞ്ഞ് പിന്നെ മൂപ്പര് ഈ കോടീശ്വരനാകുന്നു, കാറിറക്കുന്നു, സ്വപ്നങ്ങള് എല്ലാം ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്. ഇത്തിരി ദൂരം നടന്ന സമയത്തുണ്ട് വീണ്ടും ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോ ഒന്നല്ല, ഒരു 10-12 നായ്ക്കൾ കൂട്ടമായിട്ട് വരികയാണ്. ഒരു ടീമായിട്ട് പല സ്ഥലത്തുള്ളത്, ഒരുമിച്ച് കുതിച്ച് വരികയാണ്. എറിഞ്ഞിട്ട് വല്ല കാര്യമുള്ളൂ, ഒന്നിനല്ലേ ഉള്ളൂ, ബാക്കിയൊന്നും കഴിക്കൂലേ. ഇയാള് ജീവനും കൊണ്ട് ഓടാട്ടോ, ഓടി വീട്ടിൽ കയറി വാതിലടച്ച്. നായ്ക്കൾ തിരിച്ചുപോയിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും, ജീവൻ കിട്ടി. അതിനുശേഷം മൂപ്പർ ഇങ്ങനെ ആലോചിക്കാണ്, ഇത് കോടീശ്വരനാ 2 ആളെ കിട്ടും, 3 ആളെ കിട്ടും, 4 ആളെ കിട്ടും, 6 കിട്ടും, ഇതാലോചിച്ചാണ് നടക്കണത്. അപ്പൊ മൂപ്പർ ഇങ്ങനെ ആലോചിക്കാണ്, അല്ല ഈ നട്ടപ്പാലിന് അന്ന് 1000-10 നായ്ക്കൾ കിട്ടില്ല, എനിക്കൊരു ധാരണ കിട്ടൂലേ. അതുകൊണ്ടാണല്ലോ മൂപ്പർ ജോലി ചെയ്തത്. അറിഞ്ഞുകൊണ്ട് ഒരു കുട്ടിയെ പറ്റിക്കണ്ട, അറിഞ്ഞുകൊണ്ട് ഒരാളെ പറ്റിക്കണ്ട. മുടക്കുന്ന പൈസ നല്ല ഉഗ്ര സാധനം. നിങ്ങൾ വീടെടുത്ത് ആരെങ്കിലും ഗ്യാസും അസിഡിറ്റി ആയിട്ട് വേദനയോട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ലിവിഗൻ സിറപ്പ് കൊണ്ട് കൊടുക്കും, നല്ല റിസൾട്ട് കിട്ടും. ആർക്കും ഈ മുറിവോ പൊള്ളോ പറ്റിന്ന് കേട്ട് കഴിഞ്ഞാൽ കാണാൻ പോകുമ്പോ വോണ്ടിയിലും കയ്യിൽ വെക്ക്, ഒടുക്കത്തെ റിസൾട്ട് കിട്ടും. ലോകത്ത് ഏറ്റവും മാന്യമായ തൊഴിൽ കച്ചവടമാണ്. ആ കച്ചവടം ചെയ്യുന്നത് ഒരുത്തരോട് ഉൽപ്പന്നം കൊടുക്കാതെ പൈസ വാങ്ങിയ മുമ്പിൽ പരിപാടിയില്ല, ഒരുത്തനെ പ്രലോഭിച്ച് പറ്റിക്കുന്ന പരിപാടിയില്ല, ഒരുത്തനെ വെറുതെ കോടീശ്വരനാക്കാൻ പറയില്ല. നിങ്ങൾക്ക് ഉൽപ്പന്നം വാങ്ങാൻ പറ്റുമോ, നിങ്ങൾ ഹോൾസെയിൽ വാങ്ങി ഉപയോഗിക്കും. ഉപയോഗിച്ച് വിൽക്കാൻ പറ്റുമോ, നിങ്ങൾ ലാഭം ഉണ്ടാക്കും. ആളുകൾ ചെലവ് വർദ്ധിക്കാൻ പറ്റുമോ, കമ്പനി ഹോൾസെയിൽ പ്രോഫിറ്റ് തരും. ഒരു പ്രലോഭനവും ഇല്ല, ഒരുത്തരം നിങ്ങൾക്ക് കോടീശ്വരനാക്കില്ല, അറിഞ്ഞോട് പറ്റിക്കുന്നുമില്ല. എന്നാ ഞങ്ങൾ കൊടുത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ 100 കണക്കിന് ആളുകളെ നിങ്ങൾ മുമ്പ് പ്രസന്റ് ചെയ്തതാണ്.